നമസ്കാരം. ഭദ്രകാളി ഭാവത്തിലുള്ള ദേവി ആരാധനയിൽ പ്രധാനപ്പെട്ട ദിവസമാണ് ഭരണി നക്ഷത്രം. പൊതുവെ ഭദ്രകാളി ഭാവത്തിലുള്ള ദേവി ആരാധനയിൽ പ്രധാനമാണ് മകരം, കുംഭം, മീനം മാസങ്ങളിലെ ഭരണി നക്ഷത്ര ദിവസം. സംസ്ഥാനത്തെ നൂറുകണക്കിന് ദേവീ ക്ഷേത്രങ്ങളിൽ ഉത്സവം ആഘോഷിക്കുന്നതുമാണ്. ദേവി കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ഉത്തരായനം തുടങ്ങിയതിന് ശേഷം മകരഭരണിക്ക് ഉണ്ട് എന്നതാണ് വാസ്തവം. ഈ ദിവസം പ്രധാനമായും ആരാധിക്കേണ്ടത് ഭദ്രകാളി ഭാവത്തിലുള്ള ദേവിയെ തന്നെയാകുന്നു. ഇനി പരാമർശിക്കാനായി പോകുന്നത് തിഥിയെക്കുറിച്ചാകുന്നു. തിഥിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ശുക്ലപക്ഷ അഷ്ടമി വരുന്നത് ഫെബ്രുവരി 5 വെളുപ്പിന് 2:31 ഫെബ്രുവരി 6, 12:35 അതായത് രാത്രി 12:35 വരെയാണ് തിഥി വരുന്നത്. ഭരണി ഫെബ്രുവരി 4, 9:49 അതായത് രാത്രി 9:49 മുതൽ ഫെബ്രുവരി 5, 8:33 വരെയാകുന്നു. ബ്രാഹ്മമുഹൂർത്തം വരുന്നത് വെളുപ്പിന് 5 മണി മുതൽ അതായത് 5:09 മുതൽ 5:57 വരെയുള്ള സമയത്താകുന്നു. ഈ സമയങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സമയങ്ങളിൽ ദേവിയെ നിങ്ങൾ ആരാധിക്കുന്നതും ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നതും ആ വീടുകളിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കടന്ന് വരുന്നതിന് സഹായകരമായി തീരും. ഭരണി നാളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, ഏതൊരു വ്യക്തി ആരാധിക്കുകയാണ് എങ്കിലും പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാണ് വിശ്വാസം. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം ഗുരുതി ഉണ്ടാകുന്നതുമാണ്. പുലവാലായ്മ ഉള്ളവർ, ആർത്തവമുള്ളവർ ഒരിക്കലും വ്രതം എടുക്കരുത്, അനുഷ്ഠിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. വ്രതം എടുക്കുന്നവർ ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കുവാൻ പാടൂ. 2 നേരവും ദേവീക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. ദേവി ഭാഗവതം പാരായണം ചെയ്യുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അതിനാൽ വ്രതത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. വൈകുന്നേരം മകരഭരണി ദിനത്തിൽ വൈകുന്നേരം നാമജപത്തോടെ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. അതിനാൽ ദർശനം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. പൂജ തൊഴുതാൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ലഭിക്കും എന്നാണ് വിശ്വാസം. നെയ്വിളക്കിന് മുൻപിലിരുന്ന് ലളിതാ സഹസ്രനാമം നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നാളെ ജപിക്കേണ്ടതായ ആ അതിവിശേഷപ്പെട്ട മന്ത്രത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. മന്ത്രം ഇപ്രകാരമാകുന്നു: കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നാകുന്നു. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നാകുന്നു. ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കുന്നതിനും സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും സഹായകരമായി തീരും. 18 തവണയാണ് നിങ്ങൾ ഈ മന്ത്രം ജപിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. 18 തവണ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ദേവിയെ നിങ്ങൾ നിത്യവും ആരാധിക്കുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും ഫലം ഇരട്ടിക്കുന്നതാകുന്നു. എന്നാൽ നാളത്തെ ദിവസം ഈ ഒരു കാര്യം ചെയ്യാതിരിക്കരുത് എന്ന കാര്യത്തിന് പ്രാധാന്യം നിങ്ങൾ നൽകുക. നാളെ പ്രത്യേകിച്ചും ചില വ്യക്തികൾ ദേവിയെ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആ വ്യക്തികൾ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. കുടുംബദേവതയായി കാളി ദേവിയെ പൂജിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നാളെ ദേവിയെ നിങ്ങൾ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം രാശികളിൽ ചൊവ്വ നിൽക്കുന്നവർ, ചൊവ്വാദോഷം ഇപ്പോൾ അനുഭവിക്കുന്നവർ, മീനക്കൂറിൽ ജനിച്ചവരാണ് എങ്കിലും ചൊവ്വ 9-ൽ നിൽക്കുന്നവരാണ് എങ്കിലും
ചന്ദ്രബലം ഇല്ലാതെ വൃശ്ചികക്കൂറിൽ ജനിച്ചവർ ചൊവ്വാദശയിലുള്ള അശ്വതി, കാർത്തിക, ഉത്രം, ഉത്രാടം, മകം, മൂലം, പൂയം, അനിഴം, ഉത്തരട്ടാതി എന്നീ നക്ഷത്രക്കാരും ഭരണി, പുണർദം, ആയില്യം, പൂരം, വിശാഖം, തൃക്കേട്ട, പൂരാടം, പൂരുരുട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ ജനിച്ചവരും പതിവായി തന്നെ ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നത് ഉത്തമമാകുന്നു. കൂടാതെ നിത്യവും കാളീദേവിയെ ആരാധിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ നാളെ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യവും ഓർക്കുക. കാളിപ്രീതി നിങ്ങൾക്ക് ക്ഷിപ്രഫലമാണ് ഈ വ്യക്തികൾക്ക് നൽകുക. ഇവർ നിത്യവും ഭദ്രകാളി ദേവിയുടെ ധ്യാനവും മൂലമന്ത്രവും ജപിക്കുകയാണ് എങ്കിൽ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. 108 നിത്യവും ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഒപ്പം കാളീദേവിയുടെ പ്രാർത്ഥന മന്ത്രങ്ങൾ കൂടി ജപിക്കുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. നാളെ നിങ്ങൾ തീർച്ചയായും 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഭദ്രകാളി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു. കൂടാതെ നാളെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ദേവിയുടെ നടയിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ വെച്ച് ഈ മന്ത്രജപം നടത്തുന്നതും ഏറ്റവും വിശേഷമാകുന്നു. അഥവാ ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും അവരെ തേടി എത്തുന്നതുമാണ്. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. കൂടാതെ നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകിച്ചും ചുവന്ന പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ധനപരമായ നേട്ടങ്ങൾ, ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്നതായ ദുരിതങ്ങൾ, ദോഷകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നിങ്ങൾ നൽകണം. കൂടാതെ നാളെ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുകയോ കലഹങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന സത്യസന്ധമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ വന്ന് ചേരുന്നതുമാണ്. നാളെ ദേവിക്ക് ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. തീർച്ചയായും 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കണം. നാളെ പ്രത്യേകിച്ചും ഭദ്രദീപം വീടുകളിൽ തെളിയിക്കുന്നത് ഉത്തമമാകുന്നു. നാളെ ദേവീക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നതായ കുങ്കുമം നിങ്ങൾ തൊടുന്നതും അഥവാ ദേവീക്ഷേത്രത്തിലെ കുങ്കുമം നിത്യവും വീടുകളിൽ അണിയുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ശുഭകരമാണ്. അതിനാൽ തീർച്ചയായും നാളെ ദേവീക്ഷേത്രത്തിൽ നിന്നും കുങ്കുമം വീടുകളിൽ കൊണ്ടുവരുന്നതും വിശേഷം തന്നെയാകുന്നു. തീർച്ചയായും ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. കുടുംബസമേതം തന്നെ തീർച്ചയായും നിങ്ങൾ ദർശനത്തിനായി ശ്രമിക്കേണ്ടതും അനിവാര്യമാകുന്നു. സാധിക്കുന്നില്ല എങ്കിൽ കുടുംബത്തിലെ ഒരംഗമെങ്കിലും നാളെ തീർച്ചയായും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത് എന്ന് തന്നെ പരാമർശിക്കാം.